കൂട്ടുകാർക്കും ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം 5ാം ക്ലാസ്സിലെ ഉറുദു ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആപ് കൈസേ ഹേ എന്നതിൻ്റെ വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൻ്റെ വിശദീകരണവും അതുപോലെ വർക്കുകളും നാം നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ആ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ബാക്കി വർക്കുകളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അവിടെ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വർക്കുകളിലേക്ക് കടക്കാം. പഠിയേ ഓർ ലിഖിയേ, പഠിയേ ഓർ ലിഖിയേ, വായിക്കൂ എന്നിട്ട് എഴുതൂ. അപ്പം നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് എഴുതാം. ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ. ആപ് നിങ്ങൾ, കോൻ ആര്, ഹേ ആണ്, നിങ്ങൾ ആരാണ്. ആപ് കോൻ ഹേ, നിങ്ങൾ ആരാണ്. അപ്പോൾ എന്താ ഉത്തരം നൽകിയത്? മേ നൗരി ഹൂം, മേ നൗരി ഹൂം. മേ എന്ന തുടക്കത്തിൽ വന്നാൽ ഞാൻ എന്നാണ് അർത്ഥം. മേക്ക് 2 അർത്ഥമുണ്ട്, അതിൽ ഒരു അർത്ഥമാണ് ഞാൻ. അപ്പോൾ മേ തുടക്കത്തിൽ വന്നാൽ ഞാൻ എന്നാണ് അർത്ഥം. മേ നൗരി ഹൂം, ഞാൻ നൗരിയാണ്. ഹൂം എന്ന് പറഞ്ഞാൽ ആണ്, ഹേ എന്ന് പറഞ്ഞാലും ആണ് എന്ന് തന്നെയാണ് അർത്ഥം. മേക്ക് ലഡ്കി ഹൂം, മേക്ക് ലഡ്കി ഹൂം. മേ ഞാൻ, മേ തുടക്കത്തിൽ വന്നാൽ ഞാൻ എന്നാണ് അർത്ഥം. ഏക് ഒരു, ലഡ്കി പെൺകുട്ടി, ഹൂം ആണ്. അപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ്. മേ ഏക് ലഡ്കി ഹൂം, ഞാനൊരു പെൺകുട്ടിയാണ്. വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. ആപ് കോൻ ഹേ, നിങ്ങൾ ആരാണ്. നമ്മളോട് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ. മേ ജോസഫ് ഹൂം, ഞാൻ ജോസഫാണ്. മേ ഏക് ലഡ്ക ഹൂം, ഞാനൊരു ആൺകുട്ടിയാണ്. ലഡ്ക ആൺകുട്ടി. അപ്പോൾ നിങ്ങൾക്കിവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നതിന് ഉറുദുവിൽ പറയുന്ന പേര് ഇതോടുകൂടി നിങ്ങൾ പഠിച്ചിരിക്കുന്നു. പെൺകുട്ടിക്ക് ലഡ്കി എന്നും ആൺകുട്ടിക്ക് ലഡ്ക എന്നും പറയുന്നു. വീണ്ടും ഒരു ചോദ്യം. ആപ് കോൻ ഹേ, നമ്മളോട് നേരത്തെ ചോദിച്ച അതേ ചോദ്യം, നിങ്ങൾ ആരാണ്. അപ്പോൾ ഇവിടെ നമ്മോടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളുടെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ മേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം. മേ നീനു ഹൂം, ഞാൻ നീനുവാണ്. മേ നീനു ഹൂം. പിന്നെ നിങ്ങളൊരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ മേ ഏക് ലഡ്ക ഹൂം എന്ന് എഴുതണം. ഇനി ഒരു ആൺകുട്ടിയല്ല, നിങ്ങളൊരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ മേ ഏക് ലഡ്കി ഹൂം എന്ന് എഴുതണം. ചിത്രത്തിൽ നിങ്ങൾക്ക് നീനുവിനെ കാണാം. ഇത് നീനുവും അവളുടെ വീടുമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് തൊട്ട് താഴെയായിട്ട് കുറച്ച് വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. ബച്ചോ യേ നൗരി കാ ഘർ ഹേ, ബച്ചോ യേ നൗരി കാ ഘർ ഹേ. കുട്ടികളെ, ഇത് നൗരിയുടെ വീടാണ്. ആരുടെ വീടാണ്? നൗരിയുടെ വീടാണ്. നൗരി ആംഗൻ മേ ഹേ, നൗരി ആംഗൻ മേ ഹേ. നൗരി മുറ്റത്തിലാണ്. നൗരി എവിടെയാണ്? മുറ്റത്തിലാണ്. നൗരി കെ പാസ് ബില്ലി ഹേ, നൗരി കെ പാസ് ബില്ലി ഹേ. നൗരിയുടെ അടുത്ത് പൂച്ചയുണ്ട്. അപ്പോൾ ആരാണ് നൗരിയുടെ അടുത്തുള്ളത്? പൂച്ച. നൗരിയുടെ അടുത്ത് പൂച്ചയുണ്ട്. നൗരി കെ ഹാത്ത് മേ മിഠായി ഹേ, നൗരിയുടെ കയ്യിൽ മിഠായി ഉണ്ട്. നൗരിയുടെ കയ്യിൽ എന്താണുള്ളത്? മിഠായി. നൗരി കെ ഹാത്ത് മേ മിഠായി ഹേ, നൗരിയുടെ കയ്യിൽ മിഠായി ഉണ്ട്. തസ്വീർ ദേഖ് കർ സവാലോം കി ജവാബ് ലിഖിയേ. കുട്ടികളെ, അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ നോക്കി ചുവടെ നൽകിയിട്ടുള്ള ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകണം. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം. 1ാമത്തെ ചോദ്യമാണ് യേ കിസ്കാ ഘർ ഹേ, യേ കിസ്കാ ഘർ ഹേ. ഇത് ആരുടെ വീടാണ്? നമുക്കറിയാം ഇത് നമ്മുടെ നൗരിയുടെ വീടാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നൗരി എന്നുത്തരം എഴുതണം. പിന്നെ 2ാമത് ചോദിച്ചത് എന്താണ്? നൗരി കെ പാസ് കോൻ ഹേ, നൗരി കെ പാസ് കോൻ ഹേ. നൗരിയുടെ അടുത്ത് ആരാണുള്ളത്? നൗരിയുടെ അടുത്ത് ആരാണുള്ളത്? പൂച്ച. പൂച്ചയ്ക്ക് എന്താണ് പറയുക? ബില്ലി. 3ാമത്തെ ചോദ്യമാണ് നൗരി കെ ഹാത്ത് മേ ക്യാ ഹേ, നൗരി കെ ഹാത്ത് മേ ക്യാ ഹേ. നൗരിയുടെ കയ്യിൽ എന്താണുള്ളത്? നൗരിയുടെ കയ്യിൽ മിഠായി ആണുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ മിഠായി എന്നെഴുതുക.
തസ്വീറോं മേ രംഗ് ഭരിയേ ഓർ ജുംല ബനായേ. ചിത്രങ്ങൾക്ക് നിറം നൽകൂ എന്നിട്ട് ജുംല ഉണ്ടാക്കൂ. ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്, ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്. ആദ്യം നമ്മൾ ഈ ചിത്രത്തിന് നിറം നൽകണം, എന്നിട്ടാണ് ജുംല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം നൽകിയിട്ടുള്ളത് നമുക്ക് ആടിനെയാണ്. ആടിന് ഉറുദുവിൽ ബക്കരി എന്ന് പറയും. എന്ത് പറയുന്നു? ബക്കരി. അപ്പോൾ നമുക്ക് ജുംല ഉണ്ടാക്കിയാലോ. ഇത് ഡാഷ് ഹേ ആണ്, ഇത് ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ ഡാഷിലടുത്ത് എന്ത് എഴുതണം? ആട്. ഇത് ആടാണ്. അപ്പോൾ ആടിന് ഉറുദുവിൽ ബക്കരി എന്ന് പറയുന്നു. ആ ഒരു ബക്കരിയെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാഷിലേക്ക് പൂരിപ്പിക്കണം. അത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് അടുത്തത് ആരാണെന്ന് നോക്കിയാലോ. അടുത്തതാണ് പട്ടം. പട്ടത്തിന് ഉറുദുവിൽ പതൻക് എന്നാണ് പറയുക. എന്താണ് പറയുക? പതൻക്. അപ്പോൾ ഇനി നമുക്ക് ജുംല ഉണ്ടാക്കിയാലോ. ഇത് ഡാഷ് ഹേ ആണ്, ഇത് ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ ഡാഷിലടുത്ത് എന്ത് എഴുതണം? പതൻക്. പതൻക് ഹേ, ഇത് പട്ടമാണ്. അടുത്ത ആളാണ് തത്ത. തത്തക്ക് തോത്ത എന്ന് പറയും. എന്ത് പറയും? തോത്ത. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം ഇവിടെ? തോത്ത ഹേ, ഇത് തത്തയാണ്. അടുത്തതാണ് തൊപ്പി. തൊപ്പിക്ക് ഉറുദുവിൽ ടോപ്പി എന്ന് പറയും. എന്ത് പറയും? ടോപ്പി. അപ്പോൾ ജുംല എങ്ങനെ എഴുതണം? ടോപ്പി ഹേ, ടോപ്പി ഹേ, ഇത് തൊപ്പിയാണ്. അടുത്ത ആളാണ് തക്കാളി. തക്കാളിക്ക് ടമാറ്റർ എന്ന് പറയും. ടമാറ്റർ. അപ്പോൾ നമ്മൾ ജുംല എങ്ങനെ എഴുതണം? ടമാറ്റർ ഹേ, ടമാറ്റർ ഹേ, ഇത് തക്കാളിയാണ്. അടുത്തതാണ് പഴങ്ങൾ. എന്താണ്? പഴങ്ങൾ, ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സിന് ഉറുദുവിൽ സമർ എന്ന് പറയും. എന്ത് പറയും? സമർ. സമർ ഹേ, സമർ ഹേ, ഇത് ഫലങ്ങളാണ്, അല്ലെങ്കിൽ ഇത് പഴങ്ങളാണ്. സമർ ഹേ. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.